നമ്മളെല്ലാവരും ചെറുപ്പം മുതലേ മദ്രസയിൽ പഠിക്കുമ്പോൾ കേൾക്കുന്ന വാക്കാണ് ഹജ്ജ് ഹജ്ജ് എന്ന്. എന്താ ഈ ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം അറിയുമോ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം എന്നാണ് അർത്ഥം. ഒരു തീർത്ഥാടന യാത്ര, അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് നമുക്ക് ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് യാത്രയൊക്കെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഇനി കപ്പലിൽ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ വലിയ ഒരു എളുപ്പമുണ്ട്. എന്നാലും ഒരു യാത്രക്ക് അതിൻ്റെതായ ഒരു പ്രയാസമുണ്ടാകും. എന്നാലും വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത്. ഏത് കാലത്തെ അപേക്ഷിച്ച് ഏകദേശം ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 40 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴുള്ള യാത്ര വളരെ എളുപ്പമാണ്. അന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥാടനം, അതായത് ഇനി തിരിച്ചു വരൂല്ല എന്നുള്ള ആ ഒരു ഉറപ്പിലാണ് ഓരോ ഹാജിമാരും ഹജ്ജിനായി പോകുന്നത്. ഞാൻ എൻ്റെ വല്ലുപ്പ, എൻ്റെ വാപ്പയുടെ വാപ്പ വല്ലുപ്പ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവരൊക്കെ 1950-60 കാലങ്ങളിൽ ഹജ്ജ് ചെയ്ത ആളുകളാണ്. 1955 ഏകദേശം എൻ്റെ ഒരു ഉദ്ദേശം. ഇപ്പോൾ വല്ലുപ്പ മരിച്ചിട്ട് ഇപ്പോൾ 7-8 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ചെറിയ ഓർമ്മയാണ്. ആ സമയത്ത് ഹജ്ജിന് പോയി. എങ്ങനെ ഹജ്ജിന് പോകുന്നത്? കപ്പലിനാണ്. ഇവിടുന്ന് ബോംബെയിൽ ചെന്ന് അവിടെ നിന്നാണ് കപ്പലിന് പോകുന്നത്. വഡദല എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ നിന്നും അവർ ഏകദേശം ഒരു 5 ആളുകളാണ് പോയത്. തിരിച്ചു വന്നത് 4 പേരാണ്. അങ്ങോട്ട് ഹജ്ജിനായി പോകുന്ന സമയത്ത് കപ്പലിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ആ മരണപ്പെട്ട വ്യക്തിയെ കബറടക്കാൻ മാസങ്ങളോളം യാത്ര ചെയ്താണ് കപ്പല് അവിടെ എത്തുന്നത്. അപ്പൊ അത്രയും ദിവസം നമുക്ക് ആ മയ്യത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത കാരണത്താൽ ആ മയ്യത്തിനെ എന്ത് ചെയ്തു? വലിയ കല്ലിൽ കെട്ടിയിട്ട് കടലിലേക്ക് ഇറക്കി എന്നൊക്കെ, അങ്ങനെയുള്ള ഒരു എന്താ പറയുക, വലിയ ആശ്ചര്യകരവും വളരെ അത്ഭുതകരവും വളരെ സങ്കടകരവുമായ കാര്യങ്ങളൊക്കെ അന്ന് വല്ലുപ്പ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിലും നമ്മുടെ വല്ലുമ്മയും വല്ലുപ്പയൊക്കെ ഹജ്ജിന് പോയ ആളുകളുണ്ടാകും, കപ്പലിന് പോയ ആളുകൾ അല്ലേ. അതൊക്കെയാണ് വലിയ തീർത്ഥാടനം. അതായത് തിരിച്ചു വരൂല, എല്ലാവരോടും യാത്ര പറഞ്ഞു ഞാൻ വരൂലാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. 6 മാസം അല്ലെങ്കിൽ 7-8 മാസമൊക്കെയാണ് ആ ഹജ്ജിൻ്റെ കാലയളവെന്ന് പറയുന്നത്. അവിടെ ചെന്ന് യാത്ര ചെയ്ത് അവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു 6 മാസം 7 മാസം 8 മാസമൊക്കെ ആകുന്ന പല ഹാജിമാരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 40 ദിവസം അല്ലെങ്കിൽ 45 ദിവസം കൊണ്ട് പോയി നമ്മൾ ഹജ്ജ് ചെയ്ത് വരികയാണ്. എന്തുമാവട്ടെ, ഖൈർ. അപ്പോൾ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് തീർത്ഥാടനമാണ്. അള്ളാഹു തആല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമലുകളൊക്കെ ചെയ്ത്, പ്രത്യേകിച്ച് ഹജ്ജൊക്കെ ചെയ്തത്. അള്ളാഹു എല്ലാവരുടെയും ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഹജ്ജിനെ പറ്റി പറയുന്നത് ഒരു മനുഷ്യന് അവനിക്ക് മുതലിനാലും പൈസയാലും ശാരീരിക അവസ്ഥയാലും അതുപോലെ തന്നെ വഴിപരമായും ഒക്കെ കഴിവുണ്ടായിട്ടും അവൻ ഹജ്ജ് ചെയ്യാതിരുന്നാൽ ഫൽയമുത് ഇൻഷാ യഹൂദിയൻ വ ഇൻഷാ നസ്റാനിയ, അവൻ ഒന്നുകിൽ മരണപ്പെടുന്നത് യഹൂദിയായിട്ടായിരിക്കും അല്ലെങ്കിൽ നസ്റാനിയായിട്ടായിരിക്കും മരണപ്പെടുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്. നമുക്ക് ഹജ്ജിൽ അവസരം കിട്ടിയിട്ട് നമ്മൾ പോകണ്ട, പിന്നെ കുറച്ചും കൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ മാറ്റി വെച്ച് അവസാനം ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ വലിയ അബദ്ധമാണ് എന്ന് നമുക്ക് ഹദീസിലൂടെ കാണാൻ പറ്റും. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും സിയാറത്തെല്ലാം മഖ്ബൂലും മബ്റൂറുമായി ചെയ്യാനുള്ള അവസരം നൽകുമാറാവട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ഈ 10 ദിവസങ്ങളുടെ ഹക്ക് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് എല്ലാവർക്കും താമസിയാതെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. ഈ വർഷം ആരൊക്കെ ഹജ്ജ് ചെയ്യുന്നു എല്ലാവരുടെയും ഹജ്ജിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. 2 തിലാവത്തിന്റെ സുജൂദുള്ള, അതായത് ഓതുന്നതിന്റെ ഇടയിൽ സുജൂദ് ചെയ്യണം. ചില സ്ഥലങ്ങളിൽ വിശുദ്ധമായ ഖുർആനിൽ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. നമ്മൾ ആ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അപ്പൊ അങ്ങനെയുള്ള തിലാവത്തിന്റെ ആ ഓത്തിന്റെ സുജൂദ് 2 പ്രാവശ്യം ചെയ്യണം. ഏത്? ഈ സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ. അത്രമാത്രം വലിയ ഒരു എന്താ പറയാ പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. ഇനി ഈ സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കിതാബുകളിൽ കാണുവാൻ പറ്റും. അതായത് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല 9 പ്രാവശ്യമാണ് ഹജ്ജ് എന്ന വാക്ക്
ഉപയോഗിച്ചിട്ടുള്ളത്. ഹജ്ജ് എന്ന വാക്ക് ഖുർആനിൽ അല്ലാഹു തആല 9 പ്രാവശ്യമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനമായി ഖുർആനിൽ ഹജ്ജ് എന്ന വാക്ക് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധമായ ഈ ഒരു സൂറത്തുൽ ഹജ്ജിന്റെ 27ാമത്തെ ആയത്തിലാണ്. അതിനുശേഷം പിന്നെ ഒരു സൂറത്തിലും അല്ലാഹു തആല ഹജ്ജ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. സൂറത്തുൽ ഹജ്ജ് 22ാമത്തെ സൂറത്താണ്. പിന്നെ 23, 24, 25 അങ്ങനെ പോയി 100, 101, 102, 113, 114 സൂറത്ത്. അപ്പൊ 22ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ ഒരു സൂറത്തിലും അല്ലാഹു തആല ഹജ്ജ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതിനു മുമ്പുള്ള സൂറത്തുകളിലാണ് അല്ലാഹു തആല ഹജ്ജ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും അവസാനമായി അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഹജ്ജ് എന്ന വാക്ക് സൂറത്തുൽ ഹജ്ജിലാണ്. അത് 27ാമത്തെ ആയത്തിലാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അതായത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു തആല പറയുകയാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇബ്രാഹിം നബിയെ നിങ്ങളൊരു വിളംബരം നടത്തണം, ഹജ്ജിനെ പറ്റിയുള്ള ഒരു വിളംബരം നടത്തണം, ഒരു അനൗൺസ്മെന്റ് നടത്തണം. ആ സമയത്ത് ആളുകൾ വിദൂര സ്ഥലങ്ങളിൽ നിന്നും മലയിടുക്കുകൾ, കടലുകൾ എല്ലാം താണ്ടിയിട്ട് നടന്നും അതുപോലെ തന്നെ ഒട്ടകങ്ങളുടെ പുറത്തും, അതായത് വാഹനങ്ങളിലും അല്ലാതെയൊക്കെയായി പരിശുദ്ധമായ ഹജ്ജിനായി ഇവിടെ വരും എന്നാണ് അല്ലാഹു തആല 27ാമത്തെ ആയത്തിൽ പറയും. എത്രയോ സത്യമാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ വല്ലുപ്പമാരൊക്കെ പോയത് കപ്പലിന് പോയ ആളുകളുണ്ട്, നടന്ന് ഹജ്ജിന് പോയ ആളുകളുണ്ട്, അതുപോലെ ഒട്ടകത്തിന്റെ പുറത്തും കുതിരപ്പുറത്തും ഹജ്ജിന് പോയ ആളുകളുണ്ട് അല്ലെ? അല്ലാഹുവെ പടച്ചവൻ എല്ലാവരുടെയും ഹജ്ജും ഉംറയും നീ സ്വീകരിക്കണേ റഹ്മാനെ. അപ്പോൾ പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജ്, ആ സൂറത്തുൽ ഹജ്ജിന്റെ 27ാമത്തെ ആയത്തിൽ അല്ലാഹു തആല അവസാനമായിട്ട് ഹജ്ജിനെ പറ്റി പറയുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ ഈ സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. അബൂ സഊദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും, മൻ ഖറഅ സൂറത്തുൽ ഹജ്ജി ഉഅതിയ മിനൽ അജ്രി കഹജ്ജത്തിൻ ഹജ്ജഹ വ ഉംറത്തിൻ ഇഅ്തമറഹ ബിഅദദി മൻ ഹജ്ജ വഅ്തമറ ഫീമാ മളാ വ ഫീമാ ബഖിയ. അതായത് ഒരു മനുഷ്യൻ അവൻ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാൾ പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജ് ഓതിക്കഴിഞ്ഞാൽ, ഒരാൾ സൂറത്തുൽ ഹജ്ജ് ഓതിക്കഴിഞ്ഞാൽ അവൻ മനസ്സിൽ എന്ത് കരുതിയിട്ടുണ്ട്? എനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ട് എങ്കിൽ, എനിക്ക് ഹജ്ജ് ചെയ്യണം, ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണം, ആ ഒരു നിയ്യത്ത്, എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണം എന്ന് മനസ്സിൽ കരുതി സൂറത്തുൽ ഹജ്ജ് ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം പറയുന്നു, അവൻ സ്വന്തമായി ഹജ്ജ് ചെയ്ത പ്രതിഫലവും ഭാവിയിൽ ആരെല്ലാം ഹജ്ജ് ചെയ്യാനുണ്ടോ അവരുടെ ഹജ്ജിന്റെ പ്രതിഫലവും ഇവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. എന്താ അത്ഭുതം! ഇതൊക്കെ വെറുതെ മഹാന്മാർ ഈ കിതാബിൽ എഴുതി വെക്കൂലോ. എത്രമാത്രം ശ്രേഷ്ഠതയാണ്. ഒരുപാട് ആളുകൾ അതിന്റെ നെക്കിൽ എവിടെ, അത് ഏത് ഇമാം പറഞ്ഞു, ബുഖാരിയിലുണ്ടോ, ഹദീസിലുണ്ടോ, അവിടെയുണ്ടോ, ഇവിടെയുണ്ടോ എന്നൊക്കെ പറഞ്ഞു വരും. അവരോടൊന്നും ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വിശുദ്ധമായ ഖുർആനിലെ ഏത് സൂറത്തെടുത്ത് നമ്മൾ ഓതിയാലും ആ സൂറത്തിനൊക്കെ വലിയ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. സൂറത്തുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്ന പരിശുദ്ധമായ ഒരു സൂറത്താണ്. ആ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ നിരവധി നേട്ടങ്ങൾ ഉണ്ട് എന്ന് ഈ സൂറത്തുൽ ഹജ്ജിന്റെ തഫ്സീറിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. തഫ്സീറുൽ ഖുർത്തുബി ഉണ്ട്, തഫ്സീർ റാസി ഉണ്ട്, തഫ്സീർ തുബരി ഉണ്ട്, തഫ്സീറുൽ ബൈലാവി. ഇതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ വിശുദ്ധമായ സൂറത്തുൽ ഹജ്ജിന്റെ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു നേട്ടമാണ് മൻ ഖറഅ സൂറത്തുൽ ഹജ്ജി ഉഅതിയ മിനൽ അജ്രി കഹജ്ജത്തിൻ ഹജ്ജഹ. അതായത് സൂറത്തുൽ ഹജ്ജ് ഒരു മനുഷ്യൻ ഓതുകയാണ്, എന്ത്? അവന്റെ മനസ്സിൽ എന്തുണ്ട്? പടച്ചോനെ എനിക്ക് ഹജ്ജ് ചെയ്യണം, എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണം. ആ ഒരു നിയ്യത്തിൽ അവൻ ഓതിയാൽ അവനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. കാരണം പ്രതിഫലം തരുന്നത് അല്ലാഹുവാണ്. പ്രതിഫലം തരുന്നത് ഞാനോ നിങ്ങളോ അല്ല, നമ്മൾ പറയുന്നത് പോലെയുമല്ല. അല്ലാഹുവാണ് പ്രതിഫലം നൽകുന്നത്. ചിലപ്പോൾ ചെറിയ ഒരു അമലിനായിരിക്കും വലിയ പ്രതിഫലം. ഒരു മനുഷ്യൻ അവൻ ആത്മാർത്ഥതയോടുകൂടി പടച്ചോനെ എനിക്ക് ഹജ്ജിന് പോകാൻ അവസരം കിട്ടണേ എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു? സൂറത്തുൽ ഹജ്ജ് ഓതുന്നു. അപ്പൊ ഇതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച് നിൽക്കുന്ന ആളുകൾ മാറി നിൽക്കട്ടെ. ഇത് മനസ്സിൽ കരുതി ഒരാൾ ഓതിയാൽ അവനിക്ക് അതിൻ്റെതായ പ്രതിഫലമുണ്ട്. വിമർശിക്കാൻ എളുപ്പമാണ്, എന്തിനും ഏതിനും വിമർശിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് ഓതി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അത് ഇഖ്ലാസോടുകൂടി ഓതാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ
പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജ് വളരെയധികം ശ്രേഷ്ഠമുള്ള സൂറത്താണ്. ഈ സൂറത്തുൽ ഹജ്ജിന്റെ 44, 45, 46 ഈ 3 ആയത്തുകൾ, 44, 45, 46 ആയത്തുകൾ, ആ 3 ആയത്തുകൾ നമ്മൾ ഓരോ ദിവസവും നിത്യമായി ഓതുകയാണെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാവില്ല. സിഹിർ, കണ്ണേറ്, അതുപോലെ കരുനാക്ക്, അസൂയ പോലെയുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും വലിയ കാവലുണ്ടാകുമെന്ന് നമുക്ക് തഫ്സീറിൽ കാണാം. അപ്പോൾ സൂറത്തുൽ ഹജ്ജിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്, ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. നിരവധി കാര്യങ്ങൾ തഫ്സീറിലൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹജ്ജിനുള്ള അവസരം കിട്ടും എന്നുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയല്ല നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൽ ഹജ്ജിന്റെ ആ ഒരു പ്രതിഫലം അത് മനസ്സിൽ കരുതി, ആ പ്രതിഫലം എനിക്ക് കിട്ടണമെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നിങ്ങൾ ഓതുന്നുണ്ടാകും. ഉമ്മമാരൊക്കെ പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസം തുടങ്ങിയ ആ ഒരു സമയം മുതൽ ആദ്യത്തെ രാത്രി മുതൽ ഓതുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്, നിർത്തണ്ട, അതിങ്ങനെ ഓദിക്കോ, അതിങ്ങനെ തുടർച്ചയായി ഓദിക്കോ. പറ്റുമെങ്കിൽ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഹജ്ജ് ഓത്. എല്ലാ സൂറത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. സൂറത്തുൽ ഹജ്ജിന് അത് വ്യത്യസ്തമായ ഒരുപാട് നേട്ടങ്ങളുണ്ട്. കാരണം ഈ സൂറത്തുൽ ഹജ്ജിലാണ് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുകയാണ്, ഇബ്രാഹിം നബിയെ നിങ്ങൾ വിളംബരം ചെയ്യ്, നിങ്ങൾ വിളംബരം ചെയ്യുക, ആളുകൾ വന്നോളും. അല്ലെ, ആ വിളംബരം കേട്ടിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ജനങ്ങളോട് ഇങ്ങനെ ഹജ്ജിനുള്ള ആ ഒരു വിളംബരം നടത്തിയപ്പോൾ ആരൊക്കെ ആ ഒരു വാക്കുകൾ കേട്ടിട്ടുണ്ടോ അവരെല്ലാവരും ഹജ്ജിന് പോകുമെന്നാണ്, അവരെല്ലാവരും ഹജ്ജിന് പോകുമെന്നാണ്. അള്ളാഹു ആ ഒരു വിളംബരം കേട്ടവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഹാജിമാരൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല മുഴുവൻ ആളുകളുടെയും ഹജ്ജും ഉംറയും സിയാറത്തും സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഒരുപാട് ഹാജിമാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അതുപോലെ മെസ്സേജ് അയച്ചു, ഉസ്താദേ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ വലിയ കാലാവസ്ഥ പിടിക്കുന്നില്ല, വലിയ പ്രയാസമാണ്, പ്രത്യേകം ദുആ ഇറക്കണേ മജ്ലിസിലൊക്കെ എന്നും നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാ ഹാജിമാരുടെ എല്ലാ ഇടങ്ങേറും പ്രയാസവും സങ്കടവും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും അള്ളാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ സൂറത്തുൽ ഹജ്ജിന്റെ കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. 30 ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. മക്കയിൽ ഇറങ്ങിയ സൂറത്താണ്. 89ാമത്തെ സൂറത്താണ്, ഖുർആനിലെ 89ാമത്തെ സൂറത്താണ്. അതായത് നമുക്ക് ദറജകൾ ഉയരാൻ, പദവികൾ ഉയരാൻ, പാപങ്ങൾ പൊറുക്കാൻ, നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ച സമയത്ത് നമ്മൾ എത്രമാത്രം ശുദ്ധ പ്രകൃതിയായിരുന്നു അതുപോലെ നമ്മളെ ശരീരവും മനസ്സും സ്ഫുടമായി മാറാൻ, ഒരു തെറ്റുമില്ലാത്ത നല്ല നല്ല നിഷ്കളങ്കരായി മാറാൻ ഈ സൂറത്തുൽ ഫജ്ർ നമ്മൾ നിത്യമായി ഓതണമെന്നാണ്. അതായത് ഈ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു തആല പറയുന്ന കാര്യം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമൊക്കെ അല്ലാഹു ലഘുവായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. മുൻകാല പ്രവാചകന്മാരുടെ ചില ചരിത്രങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ദിക്റുൽ അംബിയാഇ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറത്തു ദുനൂബ്, ഫൈദുൽ ഫജ്ർ എന്ന കിതാബിലുള്ള ഒരു ഉദ്ധരണിയാണ്. അതായത് അംബിയാക്കന്മാരെ, പ്രവാചകന്മാരെ പറ്റി പറയുക എന്നുള്ളത് ഇബാദത്താണ്. അതുപോലെ സ്വാലിഹീങ്ങളായ ആളുകളെ പറ്റി പറയുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇബ്രാഹിം നബിയും മൂസാ നബിയും ഒക്കെ ആരാണ്? പ്രവാചകന്മാരാണ്. അവരൊക്കെ സ്വാലിഹീങ്ങളായ ആളുകളാണ്. അപ്പോൾ ഖുർആനിലുള്ള 89ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ഫജ്ർ നമ്മൾ എല്ലാ ദിവസവും ഓതുന്നുണ്ട്. നിങ്ങളൊക്കെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ രാവ് മുതൽ ഓതുന്നവർ എല്ലാ ഉമ്മമാരും അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഈ സൂറത്തുൽ ഫജ്ർ നിങ്ങൾക്ക് ഓതാൻ പറ്റാത്ത അവസരമാണ് ഉസ്താദെ, മെൻസസ് ആണ് എന്ന് പല ഉമ്മമാരും ഒരു വലിയ സങ്കടത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഓതണ്ട, ഓതുന്നതിന് പകരം അത് ഓതുന്നത് കേട്ടിരുന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ വൈകുന്നേരത്തെ ദിക്റിൽ നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതുന്നുണ്ട്. അപ്പോൾ അത് വെറുതെ കേട്ടിരുന്നാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലമാണ്. അപ്പോൾ സൂറത്തുൽ ഫജ്ർ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. മഹാനായ ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അതുപോലെ ഇആനത്തു ത്വാലിബീൻ, ഫത്ഹുൽ മുഈനിന്റെ ശറഹാകുന്ന ഇആനത്തു ത്വാലിബീനിലൊക്കെ കാണാം, ഒരു മനുഷ്യൻ സൂറത്തുൽ ഫജ്ർ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ ഓതുകയാണെങ്കിൽ അതെന്താണ്? കഫാറത്തു ദുനൂബ്, അവന്റെ പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കാൻ അത് കാരണമാണ്. സ്ഥിരമായി എല്ലാ ദിവസവും സൂറത്തുൽ ഫജ്ർ ഓതുന്നവനാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അവനിക്ക് അല്ലാഹു തആല വലിയ ഒരു പ്രകാശം കൊടുക്കും, അതായത് വിജയം ഉണ്ടാകുമെന്നും നമുക്ക് ചില ഉദ്ധരണികളിൽ
സൂറത്തുകളിൽ മഹത്തുക്കൾ പറയുന്നതായി കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഹജ്ജിന്റെ ശ്രേഷ്ഠത പറഞ്ഞു, സൂറത്തുൽ ഫജ്റിന്റെ പ്രത്യേകത പറഞ്ഞു. ഇത് രണ്ടും നമ്മൾ ഓതുന്നതാണ്, അത് മുറുകെ പിടിക്കണം. പല ആളുകളും വരും, അതൊന്നുമില്ല, നബി ഓതിയിട്ടില്ല, സ്വഹാബിമാർ ഓതിയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും വരും. ആ ഭാഗത്തേക്കേ ചിന്തിക്കേണ്ട. അതിപ്പോൾ റമദാൻ ആയാലും റബീഉൽ അവ്വൽ ആയാലും ദുൽഹിജ്ജയായ ഏത് മാസത്തിൽ മുഅ്മിനീങ്ങൾ എന്ത് അമൽ ചെയ്താലും അള്ളാന്റെ റസൂൽ ചെയ്തോ, നബി ചെയ്തോ, പ്രവാചകൻ ചെയ്തോ, സ്വഹാബി ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ വരും. അതങ്ങോട്ട് മൈൻഡേ ചെയ്യണ്ട. അവർ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ പല വാക്കുകളും പറയും. നമ്മൾ നേരെ പോകും. കാരണം നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ, മുൻഗാമികൾ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോവുക. എൻ്റെ വായിൽ വന്നത് ഞാൻ പറയുകയില്ല. മഹാനായ ഇമാം ബൈളാവിയും അതുപോലെ തന്നെ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഫതുഹുൽ മുഈൻ അതിൻ്റെ വിശദീകരണമാകുന്ന ഇആനത്തു ത്വാലിബീനിലൊക്കെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. സൂറത്തുൽ ഫജ്ർ അതിശ്രേഷ്ഠമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നമ്മൾ ഓതുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും അത് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ നന്മയായി മനസ്സിലാക്കി അതിനെ പിന്തുടരാനും തിന്മയെ തിന്മയായി മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ഫജ്ർ, സൂറത്തുൽ ഹജ്ജ് ഇൻഷാ അല്ലാഹ് അതിപ്രധാനപ്പെട്ട സൂറത്തുകളാണ്. അതുപോലെ തന്നെ മറ്റു സൂറത്തുകളും ആയത്തുകളൊക്കെ നമ്മൾ സ്ഥിരമായി ഓതുന്നുണ്ട്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് അമൽ ചെയ്താലും അതിനൊക്കെ വലിയ കൂലിയാണ്. കാരണം ഈ 10 ദിവസങ്ങൾ അല്ലാഹു ആദരിച്ചു, ബഹുമാനിച്ചു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, നമുക്കറിയാവുന്നതാണ്. ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല. അല്ലാഹു തആല ഈ സൂറത്തുകളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ എല്ലാവിധ ഖൈറും സമാധാനവും റാഹത്തും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അല്ലാഹുവെ പടച്ചവനെ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി ദുആ വസിയത്ത് പറയുന്നവർ, നേരിട്ട് കണ്ട് ദുആ വസിയത്ത് പറയുന്നവർ, ഫോണിൽ വിളിച്ച് ദുആ ചെയ്യാൻ പറയുന്നവർ, റബ്ബേ ആരെല്ലാം ദുആ ചെയ്യാൻ പറയുന്നുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.